പ്രചാരത്തിൻ്റെ ഈ മുന്നൊരുക്കം എന്നുള്ള പരിപാടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങളെപ്പോലെ ഇത്രയും സീനിയറായിട്ടുള്ള ആളിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് അറിയാനും പഠിക്കാനും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നു. ഒന്ന്, ഈ കലാനിരൂപണം, പ്രത്യേകിച്ച് ചിത്രകലാ നിരൂപണം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ അത്ര പ്രചാരമുള്ള ഒരു ശാഖയല്ല. അപ്പം എങ്ങനെയാണ് ഈ ചിത്രകലയിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കുള്ള താങ്കൾ ഈ ചിത്രകലയിൽ ഇത്ര താല്പര്യം തോന്നാനൊക്കെയുള്ള ഒരു കാര്യം? ഒന്ന്, ഞാൻ എഴുത്തിൽ വഴിതെറ്റി വന്ന ഒരാളാണ് സാഹിത്യത്തിൽ. ഞാൻ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാനവിടെ ചെറുകഥാ മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്, ക്ലേ മോഡലിങ്ങിലും പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് സമ്മാനം കിട്ടിയത് ക്ലേ മോഡലിങ്ങിലാണ്. പിന്നെ എന്നെക്കാളും മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ പിന്നെ രംഗത്ത് വന്നപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും എനിക്ക് ക്ലേ മോഡൽ കിട്ടാതെ. അപ്പോൾ ക്ലേയിൽ ഞാൻ കുറേയധികം വർക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയിരുന്നു. ചിത്രയിലൂടെ എനിക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ചിത്രം വരയ്ക്കുമായിരുന്നില്ല, പക്ഷേ ഈ ക്ലേ മോഡലിങ്ങിന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു താല്പര്യം പിന്നീട് പിന്നെ ചിത്രകാരന്മാരെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് കാരണമാവുകയും ധാരാളം ചിത്രകാരന്മാരുമായി ആഴത്തിൽ ഇടപഴകാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ എ രാമേന്ദ്രനെ കുറിച്ചുള്ള പഠന ഗ്രന്ഥത്തിനാണ് ലളിതകലാ അക്കാദമിയുടെ കലാവിമർശനത്തിൽ അവാർഡ് കിട്ടുന്നത്, രാമേന്ദ്രൻ്റെ കല എന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് എത്രയോ ദിവസങ്ങൾ ഞാൻ തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ അദ്ദേഹവുമായിട്ട് ചിലവഴിച്ചതിന് ശേഷമാണ് ആ പുസ്തകം ഞാൻ എഴുതുന്നത്. പിന്നെ അങ്ങനത്തെ വേറൊരു പുസ്തകം എഴുതുന്നത് വെളിച്ചത്തിൻ്റെ പര്യായങ്ങൾ എന്ന് പറഞ്ഞിട്ട് യൂസഫ് അറക്കലിനെ കുറിച്ചുള്ള ഒരു പുസ്തകം. അപ്പോൾ അറക്കലിനെ കുറിച്ചൊക്കെ ധാരാളം ആർട്ടിക്കിളുകൾ ഞാൻ ചെറിയ തോതിൽ ലേഖനങ്ങൾ ഞാൻ എഴുതിയിരുന്നു. പിന്നെ അത് അദ്ദേഹത്തിന് ഇഷ്ടമായി. അങ്ങനെയാണ് ഇങ്ങനൊരു ബുക്കിൻ്റെ ഒരു പ്രപ്പോസലൊക്കെ വരുന്നത്. പിന്നീട് ഞാൻ അതിൽ സജീവമായില്ല. ഞാൻ കേരളീയ ചിത്രകാരന്മാരെ കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ഏതാണ്ട് ഒരു 250ഓളം പേജ് ഞാൻ അത് ടൈപ്പ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചതാണ്. പിന്നീട് ആ പുസ്തകം ഞാൻ അത് പ്രസിദ്ധീകരിക്കാൻ ഞാൻ താല്പര്യം കാണിച്ചില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിക്കുന്നതിനുള്ള ഫലം കിട്ടാതെ. കാരണം ചിത്രകലാ പുസ്തകങ്ങളുടെ വിൽപ്പനയൊക്കെ വളരെ കുറവാണ്. പിന്നെ പൊതുവെ എന്ന് വെച്ചാൽ പത്രപ്രവർത്തന രംഗത്തൊന്നും ചിത്രകലയെക്കുറിച്ച് അഗാധമായ അറിവുള്ള പത്രാധിപന്മാരില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പത്രാധിപന്മാരില്ലാതെ ആവുന്നതുകൊണ്ട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് എഴുതാനുള്ള സ്പേസ് അവർ തരില്ല. ഇപ്പം എന്താ വെച്ചാൽ ചിത്രകാരന്മാരെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ തന്നെയും അത് പ്രസിദ്ധീകരിക്കാൻ ഇടം ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ആ എഴുത്ത് ചുരുക്കി. പക്ഷേ ഞാൻ ധാരാളം ചിത്രകാരന്മാരുമായിട്ട് നേരിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഇവിടെ മാത്രമൊന്നുമല്ല, ഞാൻ പല ചിത്രകാരന്മാരും ഇന്ത്യയിലും വിദേശത്തും, ഇപ്പോൾ ആഫ്രിക്കയിലെ മൊസാംബിക്കിലെ ചിത്രകാരന്മാരുടെ സംഘമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഞാൻ അവരുടെ മൊസാംബിക്ക് യാത്രക്കിടയിൽ മോപ്പുട്ടൂരിലുള്ള ചിത്രകാരന്മാരുടെ വലിയ സംഘത്തെ ഞാൻ കാണുകയും അവരോടൊത്ത് ഞാൻ കുറേ സമയം ചിലവഴിക്കുകയും ചെയ്തു. പിന്നെ സൗദി അറേബ്യയിലെ അബഹ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ കലാഗ്രാമമുണ്ട്. അവിടെ നമ്മൾ ഈ സൗദിനെക്കുറിച്ചൊക്കെ നമ്മുടെ ധാരണ ചിത്രകല ഇല്ല എന്നാണ്, ഒന്നുമല്ല. അവിടെ സമ്പന്നമാണ് അവരുടെ ചിത്രകല. മാത്രമല്ല അവിടെ ഈ അബഹ റീജിയനിൽ ഒരു പ്രത്യേകപരമായിട്ടുള്ള സ്ത്രീകളുടെ ഒരു ചിത്രകലയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് മജ്ലിസ് ആർട്ട് എന്നാണ് പറയുക. മജ്ലിസ് എന്ന് പറഞ്ഞാൽ പൂമുഖം, അതിഥികളെ സ്വീകരിക്കുന്ന സ്ഥലം എന്ന് അർത്ഥമുള്ളൂ മജ്ലിസുകൾ. ആ മജ്ലിസുകളുടെ ചുമരുകൾ മുഴുവൻ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ്. അമ്മാതിരി കോണിയുടെ 2 വശങ്ങളിലും അവർ സ്ത്രീകൾ പെയിൻറ്റിങ് ചെയ്യും. നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ നാടോടി ചിത്രകലയുടെ രീതിയിൽ കൂടുതലും ഫ്ലോറൽ ഡിസൈൻസോ അല്ലെങ്കിൽ ഈ ജാമതീയ രൂപങ്ങളോ ആയിരിക്കും കൂടുതലും. ഈ രൂപങ്ങൾ അങ്ങനെ വരയ്ക്കാനുള്ള ചില വിലക്കുകൾ ഉണ്ട്. എന്നാൽ അല്ലാത്ത ധാരാളം ചിത്രകാരന്മാരുണ്ട് കേട്ടോ. ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ ഞാൻ ജിദ്ദയിൽ സഫിയ ബിൻ സാഗർ എന്ന് പറയുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ചിത്രകാരിയുണ്ട് അവിടെ. ആ ചിത്രകാരിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അവരുടെ ചിത്രങ്ങളൊക്കെ അവിടെയുണ്ട്. അവർ ആധുനിക അറബ് ചിത്രകാരികളിൽ വളരെ പ്രശസ്തയാണ് അവർ. ഈ വിഭാഗത്തിൽ ധാരാളം ചിത്രകാരികളുണ്ട്. അപ്പോൾ അബഹയിലെ ഒരു ഗംഭീരമായ കലാഗ്രാമമുണ്ട്. ആ കലാഗ്രാമങ്ങളിലൊക്കെ ധാരാളം ആധുനിക ചിത്രങ്ങൾ വരയ്ക്കുന്ന ധാരാളം അറബ് ചിത്രകാരന്മാരുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ കാണാനും യാത്ര ചെയ്യുമ്പോൾ അതിനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായി. പിന്നെ ഇന്ത്യയിൽ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഇപ്പോൾ കാങ്കര
വാലിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കലാഗ്രാമങ്ങളിലൊക്കെ യാത്രകളിലൂടെയാണ് ഞാനത്. പിന്നെ അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം, ചരിത്രം അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ചിത്രകലാ ചരിത്രത്തിലേക്ക് ഞാൻ അങ്ങനെ പോയതാണ്. അതിനാണ് ഞാൻ അതിൽ എത്തുന്നത്. അപ്പോൾ ഈ അറബ് നാടുകളിലൊക്കെ ഈ സ്ത്രീകൾക്ക് ആ സമൂഹത്തിലുള്ള ഒരു നില, അത് അവരുടെ ചിത്രകലയെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? സ്ത്രീകൾ ചിത്രരംഗത്തേക്ക് വരാൻ സൗദിയിൽ? അവിടെ സൗദിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളീ പുറമേക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ വളരെ പ്രോഗ്രസീവാണ് അവർ. ഉദാഹരണത്തിന് നിങ്ങൾ ബഹ്റൈനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യൂറോപ്യൻ ചിത്രകാരികളെ പോലെയാണ് അവിടുത്തെ ചിത്രകാരികൾ, അറിയോ? ബഹ്റൈനിലൊക്കെ സത്യസമ്പന്നമാണ്. ഖത്തർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും. മ്യൂസിയങ്ങൾ ഗംഭീര മ്യൂസിയങ്ങളാണ്. ആർട്ട് മ്യൂസിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഖത്തറിലൊക്കെ നടക്കുന്ന ഓരോ ആർട്ട് ഈവൻറ്റുകളും അത്ര ഗംഭീര ഈവൻ്റാണ്. മാത്രമല്ല ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ ഒരു പുരാതന കാലത്തൊരു സൂക്കുണ്ട്. സൂക്ക് എന്നാൽ ചന്ത എന്നാണ് അർത്ഥമുള്ളൂ. അത് സൂക്ക് ഒക്കാസ് എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറയും. ഉക്കാളി ചന്ത എന്നാണ് മലയാളത്തിലേക്ക് അത് പറയും. ഉക്കാളി ചന്ത എന്ന് പറയും. അത് ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ ആ ചന്ത വളരെ പ്രശസ്തമാണ്. അവിടെയായിരുന്നു ഈ തൂക്ക് കവിതകളൊക്കെ, കവിത എഴുതിയിട്ട് അത് എഴുതിയിട്ട് തൂക്കിയിടും. അതിൽ മികച്ച കവിതകൾ തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ അവർക്ക് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ആധുനിക കാലത്ത് അത് അവിടെ വലിയ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതിൽ ചിത്രപ്രദർശനം നടക്കുന്നുണ്ട്, ഏറ്റവും മികച്ച ചിത്രം തിരഞ്ഞെടുത്തിട്ട് പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറബ് നാടുകളിലൊക്കെ സമ്പന്നമാണ് ചിത്രകല കേട്ടോ, എല്ലായിടത്തും. നമുക്ക് അവിടെ വാസ്തുശില്പ, ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ യാത്ര ചെയ്യുമ്പോൾ, ജോർഡാൻ്റെ ബോർഡറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മദായിൻ സാലിഹ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. വലിയ ഈ സാലിഹ് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകനായിട്ട് ബന്ധപ്പെട്ട സ്ഥലം. അത് ഈ പെട്രയിലുണ്ടായിരുന്ന വാസ്തുശില്പത്തിൻ്റെ തുടർച്ചയാണ്. കൂറ്റൻ പാറകൾ തുരന്നെടുത്തിട്ടാണ് അവർ ചില വീടുകൾ, ചില കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളും പറഞ്ഞാൽ തോന്നുന്ന ഭാഗങ്ങളും പിന്നെ ഖബർസ്ഥാനുകളെല്ലാം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ ഈ പെട്രയുടെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അത്തരത്തിലുള്ള അപ്പോൾ സൗദി അറേബ്യയിലൊക്കെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട് കേട്ടോ. ഈ യൂറോപ്യൻ നവോത്ഥാനത്തിൽ ഈ കലാകാരന്മാർക്ക്, പ്രത്യേകിച്ചും ചിത്രകാരന്മാർക്ക് വളരെ വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ റഫേലിനെ പോലുള്ള ആളുകളൊക്കെ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കേരളത്തിലോട്ടും ഇന്ത്യയിലോട്ടും മൊത്തത്തിലൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ളൊരു പങ്ക് ചിത്രകാരന്മാർ വഹിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാനത്തിൽ? ഇല്ല, അവർക്ക് ഒരു പങ്ക് കൊടുത്തിട്ടില്ലല്ലോ. പടിഞ്ഞാറൻ രാജ്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പിക്കാസോ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അത് വലിയ ശബ്ദമായിരുന്നു. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ആ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വാസ്തുശില്പം, പ്രതിമാശില്പം, ചിത്രം, പ്രത്യേകിച്ച് അവർക്ക് ഈ ഫ്രെസ്കോകളായിരുന്നല്ലോ, പള്ളിക്കകത്ത് ചുവരുകളൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഭിത്തി ചിത്രങ്ങളായിട്ടാണ് കൂടുതലും വരച്ചിട്ടുള്ളത്. അത് ആ കാലഘട്ടത്തിൽ ഈ ക്യാൻവാസ് ട്രീറ്റ് ചെയ്തിട്ട് അതിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഈ പള്ളികളിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ. അതാണ് പിന്നീട് ലോകോത്തര രചനകളായി പിന്നീട് നമ്മൾ റീപ്രൊഡക്ഷനിലൂടെ നമ്മൾ കാണുന്നത്. അതാണ് അവിടെ എന്താ വെച്ചാൽ അവിടെ ഏറ്റവും പ്രധാനമായ കാരണം ഈ ക്രിസ്തീയ മതത്തിനകത്തുള്ള മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളൊക്കെയും ചിത്രകലയിൽ സ്വാധീനിച്ചായിട്ട് കാണാൻ പറ്റും. അതാണ്. പിന്നെ ഈ പടിഞ്ഞാറിൽ നമ്മൾ നോക്കിയാൽ ഈ ഡെൻമാർക്കിൽ നിന്നുള്ള ആളുകളായാലും ബെൽജിയത്തിൽ നിന്നുള്ള ചിത്രകാരന്മാരായാലും ഒക്കെ അവരുടെയൊക്കെ ചിത്രങ്ങളിലുള്ള വളരെ വെളിച്ചത്തിൻ്റെ ഒരു രീതി വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവിടെ കൂടുതലും തണുത്ത പ്രദേശങ്ങളായതുകൊണ്ട് ഈ വിൻ്റർ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ ആ വെളിച്ചം ഉണ്ടാക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു തലമുണ്ട്. അതുകൊണ്ടാണ് ഈ വെളിച്ചത്തിൻ്റെ വിന്യാസം നിങ്ങൾക്ക് യൂറോപ്യൻ നവോത്ഥാന ചിത്രങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് കാണാൻ പറ്റും. അത് അവരെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഈ ഓയിൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കത്ര പറ്റിയതല്ല എന്ന് പറയും. കാരണം നമുക്ക് പലപ്പോഴും ഇത്തരത്തിൽ ഓയിൽ പെയിൻറ്റിങ്ങുകൾ വയ്ക്കുന്ന സമയത്ത് അതിൽ ഫംഗസൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാഷബിൾ ആയതുകൊണ്ട് നമ്മളത് അതിനെ മറികടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓയിൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ആണ് അതിന് ഏറ്റവും പറ്റിയത്. കാലാവസ്ഥയൊക്കെ ഓയിൽ പെയിൻറ്റിംഗ് ആണ്. അതുകൊണ്ട് ഓയിൽ പെയിൻറ്റിങ് അവിടുത്തെ പ്രമുഖമായിട്ട് വരാനുള്ള കാരണം അതാണ്.
പിന്നെ അവിടെ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് പല തലത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് തുർക്കി ചിത്രകല കൊണ്ട് സമ്പന്നമാണ്. കാരണം ഈ യൂറോപ്യൻ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ഈ തുർക്കിയൊക്കെ. പിന്നെ ഇറാൻ, ഇറാഖ് എന്നൊക്കെ പറയുന്നത്, പഴയ പേർഷ്യ എന്ന് പറയുന്നത് ചിത്രശില്പ കല കൊണ്ട് സമ്പന്നമാണ് അവിടെ. അതാണ് മിനിയേച്ചർ എന്ന് പറയുന്നത്. പുരാതന കാലഘട്ടം തൊട്ട് തന്നെ അവിടെ ചിത്രകലയും ശില്പകലയും സമ്പന്നമാണ്. പിന്നീട് ഈ ചായങ്ങളൊക്കെ കണ്ടെത്തി ബ്രഷിലൂടെയൊക്കെ തന്നെ ഈ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു കാലഘട്ടം തൊട്ട് ഈ പേർഷ്യൻ മിനിയേച്ചറുകൾ വളരെ പ്രധാനം. ഈ പേർഷ്യൻ മിനിയേച്ചറാണ് പിന്നീട് പേർഷ്യയുടെ വിനിമയത്തിലൂടെ മുഗൾ പാരമ്പര്യത്തിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയും അത് ഇന്ത്യൻ മിനിയേച്ചർ പാരമ്പര്യമായിട്ട് പിന്നീട് അത് മാറുകയും ചെയ്യും. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അതാണ്. ഈ ലോക ചിത്രകലയിൽ ആ ഭൂപടത്തിൽ കേരളത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ, പഴമയിലും ഇപ്പോഴും സമകാലീന? നമുക്ക് ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഈ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മതാത്മകമായിട്ട് തന്നെ നോക്കിയാൽ ഒരു ഭാഗത്തൊരു ഫോക്ക് പാരമ്പര്യമുണ്ട്. അതാണ് തെയ്യം, തിറ മുതലായിട്ടുള്ള നിറച്ചാർത്തുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കലയിലൊരു ഫോക്ക് പാരമ്പര്യം നമുക്കത്ര ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലുള്ളതുപോലെ സമ്പന്നമല്ല. പിന്നെ ഒന്ന്, നമ്മുടെ ഈ ബ്രാഹ്മണിക്കൽ ഓർഡർ എന്ന് പറയുന്നത് തന്നെ അതല്പം താന്ത്രികമായിരുന്നു. അതുകൊണ്ട് ദേവീ ദേവന്മാരുടെ ഐക്കണുകൾക്ക് അതിൻ്റെ അലങ്കാര ഭംഗികൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുത്തില്ല. അലങ്കാര ഭംഗികളെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ താന്ത്രികതയുടെ ഒരു പ്യൂരിറ്റൻ ഐഡിയോളജി എനിക്ക് തോന്നുന്നില്ല, എൻ്റെ കാഴ്ചപ്പാടാണ് അങ്ങനെ. അതുകൊണ്ട് ഒരുപക്ഷെ അലങ്കാരങ്ങളിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അലങ്കാരങ്ങളിൽ പെട്ടുപോകുന്നു എന്നുള്ള ഒക്കെ ആയിരുന്നുകൊണ്ട്. പിന്നെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയാണല്ലോ ബിംബങ്ങളെ. കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ആവാഹിച്ചിട്ട് ആ സങ്കല്പം വയ്ക്കുക. അതൊക്കെ തന്നെ ഒരു തരം താന്ത്രിക ഇമേജാണ്. അപ്പം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അലങ്കാര കൊത്തുവേലകൾ താരതമ്യേന നമുക്ക് വളരെ കുറവാണ്. തമിഴ്നാട്ടിലോ ഒന്നും കാണുന്നത് പോലെ അലങ്കാര ഭംഗികൾ കൊണ്ട് സമ്പന്നമല്ല നമ്മളുടെ ക്ഷേത്ര വാസ്തുശില്പകല ഒന്നും. പിന്നെ അപൂർവം തൊടിക്കളം പോലുള്ള സ്ഥലത്ത് ഈ ഭിത്തി ചിത്രങ്ങൾ അപൂർവമായിട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്കതിന് വലിയ പ്രാധാന്യം നമ്മൾ നൽകിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ താന്ത്രികതയിൽ കുറച്ചുകൂടി അഭിരമിച്ചതുകൊണ്ട് ഈ അലങ്കാരങ്ങളോടുള്ള ഒരു വിരക്തിയോ അല്ലെങ്കിൽ അതിനോടുള്ള നിഷേധമോ ഒക്കെ ഒന്നുകൊണ്ടായിരിക്കണം നമുക്ക് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒക്കെ കാണുന്നത് പോലെയുള്ള ഉജ്ജ്വലമായിട്ടുള്ള വാസ്തുശില്പവും പ്രതിമാശില്പവും ഒന്നും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാതെ പോകുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ അതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഈ മലയാളികളെ സംബന്ധിച്ച് പൊതുവെ പറയുന്നതാണ് ഈ ചിത്രകലാ സാക്ഷരത കേരളത്തിൽ കുറച്ച് കുറവാണ്. പ്രത്യേകിച്ച് വീടുകളൊക്കെ ഉണ്ടാക്കാൻ ഇത്രയധികം കാശ് ചെലവാക്കുന്ന ഒരു സമൂഹത്തിൽ വീടുകളിൽ അതുപോലത്തുള്ള ചിത്രങ്ങൾ തൂക്കാനൊന്നും ആളുകൾക്ക് അത്ര താല്പര്യം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ തൂക്കുകയാണെങ്കിൽ തന്നെ അത്ര ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വിശകലനം നടത്തിയിട്ടല്ല അവർ ചെയ്യുന്നുള്ള പരാതി പൊതുവെ ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കവിതയുടെ കാര്യത്തിൽ അത്യന്താധുനിക കവിത ആസ്വദിക്കുന്ന സമൂഹമാണ്. നാടകത്തിന്റെ കാര്യത്തിൽ മോഡേൺ നാടകങ്ങൾ ഈ നാട്ടിലുണ്ട്. സിനിമയുടെ കാര്യത്തിൽ സമാന്തര സിനിമ സജീവമാണ്. പക്ഷെ ചിത്രകലയുടെ കാര്യത്തിൽ വളരെ പ്രിലിമിനറി ആണ് ഇവിടുത്തെ ആസ്വാദനം എന്നുള്ള ഒരു പരാതി ഉണ്ട്. അതിൽ അത് ഒന്നാമത് നമ്മൾ അടുത്ത കാലത്ത് നമുക്കൊരു ചിത്രകലാ വിദ്യാലയങ്ങൾ പോലും നല്ല തോന്നുന്നു. മറ്റത് ഇവിടെ നിന്ന് നേരത്തെ തന്നെ അങ്ങ് പോവുകയാണ്. ഒന്നൊക്കെ ചെന്നൈയിലേക്ക് പോകും, മദ്രാസിൽ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിക്കും, അല്ലെങ്കിൽ ശാന്തിനികേതനിൽ പഠിക്കും, അല്ലെങ്കിൽ ബറോഡയിൽ പഠിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. പണ്ട് തന്നെ ചിത്രകല കലാകാരൻ രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് കേരളം വിട്ടു പോകണം എന്നൊരു തോന്നൽ രവിവർമ്മ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ രവിവർമ്മയ്ക്ക് തന്നെ ഇവിടെ നിന്നിരുന്നെങ്കിൽ അത് ഇത്രയേറെ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് പാറ്റേൺസൊക്കെ കിട്ടിയത് ഇവിടുന്ന് വിട്ടുപോയതുകൊണ്ടാണ്. മഹാരാഷ്ട്രയിലായതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ വരയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിട്ടുപോകും. നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആധുനിക ചിത്രകാരന്മാരിൽ ഇപ്പോൾ പാരീസ് വിശ്വനാഥൻ, പാരീസ് അക്കിത്തം നാരായണൻ പുറത്തേക്ക് പോയി, അങ്ങനെ ഇവിടുന്ന് വിട്ടുപോകും. അതല്ലെങ്കിൽ പിന്നെ ഒന്നൊക്കെ ഡൽഹിയിൽ പോവും, അല്ലെങ്കിൽ ചെന്നൈയിൽ പോവും. ഒരു ആർട്ടിന് കൃത്യമായിട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞ രീതിയിലില്ല. ചിത്രങ്ങൾ വിൽക്കാനുള്ള സംവിധാനങ്ങളും. കാരണം വെച്ചാൽ മലയാളികളുടെ ചിത്ര സാക്ഷരത എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. മാത്രമല്ല നമുക്ക് മാക്സിമം നമ്മുടെ ചിത്രം എന്ന് പറയുന്നത് നമ്മൾ വല്ലാതെ
വീക്കിലികളിൽ കഥയ്ക്കും കവിതയ്ക്കും വായിക്കുന്ന ഇലസ്ട്രേഷനുകളാണ് നമ്മൾ അതിനെ കൂടുതൽ പ്രാധാന്യം നൽകി. അത്തരത്തിൽ ഇലസ്ട്രേറ്റേഴ്സിനെ വലിയ തോതിൽ വലിയ ചിത്രകാരന്മാരെ പോലെ നമ്മൾ വിശേഷിപ്പിച്ചു. സത്യത്തിൽ ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത് ചിത്രകലയിലെ വളരെ ചെറിയൊരു സംഗതിയാണ് കേട്ടോ. ഇപ്പോൾ വലിയ ചിത്രകാരന്മാരൊക്കെ അവരുടെ സ്കെച്ച് ബുക്കിൽ ഇവരുടെ പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്കെച്ചുകൾ ഒന്ന് വരച്ചിടും. ഇതോ മഹത്തായിട്ടുള്ള കലയാണെന്ന് അവരൊരിക്കലും ക്ലെയിം ചെയ്യാറില്ല ഈ സ്കെച്ചുകളെ. നമുക്കിപ്പോഴും ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിനെ പ്രസക്തി ഞാൻ തള്ളിക്കളയല്ല, പക്ഷേ അത് ചെറിയ കലാലോകത്ത് വളരെ ചെറിയ പ്രസക്തിയും ഈ ഇലസ്ട്രേഷനുള്ളൂ. കേരളം ഒരു സാഹിതീയ സമൂഹമാണ്. അതുകൊണ്ട് സാഹിത്യകാരന്മാരുടെ രചനകൾക്ക് ഇലസ്ട്രേഷൻ നിർവഹിച്ചുകൊണ്ട് അവരെ കൂടെ ഇങ്ങനെ എന്താ പറയുക, ഓരത്തിലൂടെ ഇങ്ങനെ കടന്നു പോകേണ്ട പണിയാണ് ചിത്രകാരന്മാർക്ക് എന്നുള്ളത് എങ്ങനെയോ നമ്മൾ ധരിച്ച് വശമായിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു കുഴപ്പം കേരളത്തിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നാടോടി ചിത്രകലയും ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഉള്ളതുപോലെ നാടോടി ചിത്രകലയും അത്ര. ഇപ്പോൾ നമുക്ക് പനയോലത്തിൽ നമ്മൾ ജാതകം എഴുതിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഒറീസയിലെ പട്ട പെയിൻറ്റിങ് പോലെ ഒരു ട്രഡീഷൻ നമുക്കില്ല. ഞങ്ങളുടെ പനയോലയിലാണ് അവർ വരയ്ക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പാരമ്പര്യം നമുക്കില്ല. പട്ട പെയിൻറ്റിങ് പോലെയില്ല. മാതിരി കലങ്കരി ചിത്രകലയുടെ ഒരു പോലെ നമുക്കില്ല. കാങ്കര വാലിയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പാരമ്പര്യം നമുക്ക് പൊതുവേ ഇല്ല. വെസ്റ്റേൺ ഹിമാലയൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ പരമ്പരാഗതമായിട്ടുള്ള ചിത്രകലയുടെ ആ ഒരു പാരമ്പര്യം നമുക്കില്ല. നദ്വാര മിനിയേച്ചറിൻ്റെ ഇതുപോലുള്ള പാരമ്പര്യം നമുക്കില്ല. ബംഗാളിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു ലിവിങ് ട്രഡീഷൻ എന്ന നിലയിൽ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ഇരുന്നിട്ട് ചിത്രം വരച്ചു കൊടുക്കുകയും അതാത് കാലഘട്ടത്തിലെ പ്രമേയങ്ങളൊക്കെ വിഷയമാക്കിക്കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ധാരാളം നാടോടി ചിത്രകാരന്മാർ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചിത്രകാരന്മാരുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നൊരു വലിയൊരു പാരമ്പര്യമുണ്ട്. ഇത്തരത്തിലൊന്നും നമുക്ക് ഒരു പാരമ്പര്യമില്ല. ഇത് നേരത്തെ സതീഷ് പറഞ്ഞത് ഒരു കുഴപ്പമാണ്. നമ്മൾ നാടകത്തിൽ മുന്നോട്ട് പോയി, സിനിമയിൽ മുന്നോട്ട് പോയി, എന്തോ ചിത്രകലയിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെയാണ്. എന്നാലും കേരളത്തിലെ ചിത്രകാരന്മാർക്കൊരു വലിയൊരു അംഗീകാരം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പുറത്തേക്ക് പോയ ചിത്രകാരന്മാർ ആരും തന്നെ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം അതായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു കലാഗ്രാമം ഉണ്ടാക്കാനുള്ള ശ്രമം ജയപാലമേനോൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നടന്നു. പക്ഷേ അതൊക്കെ ഒന്നും ആയില്ല. അവിടെ ആരും കലാകാരന്മാരും വീട് വയ്ക്കുകയും ഒന്നും ചെയ്തില്ല. എനിക്കുമുണ്ട് അവിടെ ഒരു കലാനിരൂപകൻ എന്നുള്ള നിലയിൽ 8-9 സെൻറ്റ് ഭൂമി എനിക്കുമുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ ട്രാക്കിലൂടെ ഓടുന്ന ഒരു കുട്ടിക്കാലം ചെറുപ്പക്കാരന് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഗാലറിയിലെ കയ്യടിയാണ്. അത് കുറവാണ്. ആ കയ്യടി ചിത്രകാരന്മാർക്ക് വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. നേരത്തെ സുരേന്ദ്രേട്ടൻ പറഞ്ഞു ഇപ്പോൾ ചിത്രകലയായിട്ട് സംബന്ധിച്ച പുസ്തകങ്ങളൊക്കെ എഴുതി ജീവിക്കാൻ പാടാണെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ വളരെയധികം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു മേഖലയാണ് ഇന്ന് ഇന്ത്യയിൽ ചിത്രകല. ചിത്രകലയുടെ ഓപ്ഷനുകൾ, ഗാലറികൾ, വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഗാലറികളുണ്ട്. വളരെ വലിയ വിലയ്ക്ക് ചിത്രങ്ങൾ വാങ്ങിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ചിത്രങ്ങളെ കുറിച്ച് നിരൂപണം എഴുതുന്ന ആളുകൾ വളരെ നല്ല നിലയിൽ ജീവിക്കുന്നു. അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യമുണ്ടോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ? ഒരു വിഭാഗപ്പെട്ട ചിത്രകാരന്മാരും അവരുടെ നിരൂപകരും അവരിലോട്ട് ഈ സമ്പത്ത് എത്തുന്നില്ല, ഒരു വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകൾ കേന്ദ്രീകരിക്കുന്നു, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അല്ല, കാണിച്ചാൽ അതിന് നേരത്തെ നമ്മൾ കാണേണ്ട കാര്യത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചിത്രകലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് വീടുകളിൽ അവർ ഇടയ്ക്ക് ചിത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു പുതിയ ചിത്രങ്ങൾ അവർ വയ്ക്കും. അവർക്ക് ചിത്രങ്ങൾ ഇല്ലാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അവർക്ക് വീടുകളെന്ന് പറയുന്നത് ഗൃഹസങ്കല്പനോ ചിത്രങ്ങളും കൂടി പെയിൻറ്റിങ്ങുകളും കൂടി ചേർന്നാണ്. നമുക്ക് അങ്ങനെയില്ല. നമ്മൾ ഈ കലണ്ടർ പ്രിൻ്റുകൾ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരു കോടിക്കണക്കിന് രൂപ വീടിന് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്ക് പോലും ഒരു ചിത്രകാരൻ്റെ ഒറിജിനൽ രചന വാങ്ങിച്ചിട്ട് വയ്ക്കുന്ന ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ 80കളുടെ അവസാനം തൊട്ട് ഒരു 10 വർഷക്കാലം ഉണ്ടായിരുന്ന ഒരു ബൂമുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് പോലെ ധാരാളം ഇന്ത്യയിൽ ഗാലറികൾ മുളച്ചു പൊന്തിയ ഒരു കാലം. ഒരു ചിത്രമൊക്കെ വിറ്റ് നല്ലോണം പൈസ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മേഖലയ്ക്ക് ധാരാളം കൊച്ചമ്മമാർ, ധാരാളം സ്ത്രീകൾ, കുടുംബിനികളൊക്കെ ഗാലറി നടത്തിക്കൊണ്ടിരുന്നു. എല്ലാം പൊട്ടി. അതെല്ലാം തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ധാരാളം ചിത്രകാരന്മാരിങ്ങനെ വാഴ്ത്തപ്പെടുകയും ഒരുപാട് ചിത്രകാരന്മാർ തള്ളിക്കയറി വന്നു. ആ ചിത്രകാരന്മാരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലായി.
ഇപ്പം എന്താ സ്ഥിതി എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ചിത്രകാരന്മാരുടെ മാത്രമേ നല്ല നിലയിൽ വിൽക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ മൊത്തത്തിലുള്ള ഈ സാമ്പത്തിക മാന്ദ്യം, ഞാൻ തന്നെ ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള 2 ക്യൂറേറ്റഡ് ഷോ കൊച്ചിയിൽ നടത്തിയ ചിത്ര ആർട്ട് ഗാലറിയിൽ നന്നായിട്ട് വിറ്റുപോയി. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു ഷോ ക്യൂറേറ്റ് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. കാരണം വിൽക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. വിൽപ്പനയും പ്രധാനമാണ്, കാരണം അതുകൊണ്ട് ജീവിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് വിമർശന സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഹിന്ദുവിലൊക്കെ കോളേജിൽ നിന്ന് ആളുകൾക്ക് ധാരാളം പൈസ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചിത്രകലാ നിരൂപണം മാത്രമല്ല, സാഹിത്യ നിരൂപണവും പോയി. ഇപ്പോൾ സാഹിത്യ നിരൂപണമൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ പോയി. ഭാഷാ പഠന ഗ്രന്ഥങ്ങൾ അതൊന്നും നമുക്ക് വേണ്ടാതെ വലിയൊരു വിഭാഗം അത്തരത്തിലുള്ള ഇപ്പോൾ ദാർശനിക ഗ്രന്ഥങ്ങൾ, ഭാഷാശാസ്ത്ര ഗ്രന്ഥങ്ങൾ, സാഹിത്യ നിരൂപണം ഇതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇതിനൊന്നും ഒരു തരത്തിലുള്ള അംഗീകാരം കിട്ടാതെ പോയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിത്രകലയെക്കുറിച്ചുള്ള ബുക്കുകൾ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പേയ്മെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു കാര്യം നല്ലോണം പഠിച്ചിട്ട് മലയാളത്തിൽ എഴുതുന്നതും ഇംഗ്ലീഷിൽ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിലത് എഴുതാനും അത് നമുക്ക് ഇംഗ്ലീഷിലെ നല്ല പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് കൊടുക്കാനും പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അതുകൊണ്ടൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ 40 കൊല്ലമായിട്ട് എഴുതുന്നു. 40ഓളം 40-ലധികം പുസ്തകങ്ങളുണ്ട്. എൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റി കൊണ്ടും എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ജീവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു റോയൽറ്റി ഉണ്ട്. ഇപ്പോൾ കോളേജുകളിൽ, സ്ഥാപനങ്ങളിൽ മറ്റൊക്കെ പ്രഭാഷണത്തിൽ വിളിക്കുമ്പോൾ ആളുകൾ തരുന്ന സ്നേഹത്തോടു കൂടി തരുന്ന ഒരു പേയ്മെൻ്റ് ഇല്ല, തുറന്നു പറയാനാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ യാത്രയ്ക്കുള്ള മാർഗം അതൊക്കെ തന്നെയാണ്. നല്ല പിന്നെ പണം അങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നത്. അത് വളരെ അപൂർവം ചില എഴുത്തുകാർക്കൊക്കെ പറ്റുന്നുണ്ടായിരിക്കും, പൊതുവേ ഇല്ല. പൊതുവെ ഇങ്ങനെ അത് കേരളീയ സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള അപചയത്തിന്. അല്ലെങ്കിൽ ഇപ്പോൾ 80കളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹിത്യാന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഞാൻ നേരിടില്ലല്ലോ. അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് അത് ഈ ചിത്രകലാ നിരൂപണത്തിൻ്റെ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള നിരൂപണങ്ങളും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തെറ്റായ ഒരുപാട് ധാരണ നമുക്കുണ്ട്. ഇപ്പോൾ ബിനാലെയൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻസ്റ്റലേഷൻ നമ്മൾ ധരിക്കുമ്പോൾ ഈ ബിനാലയിൽ കൂടിയാണ് ഇൻസ്റ്റലേഷൻ വന്നത് എന്നുള്ള മട്ടിലൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഡുഷാമ്പ് ഈ എന്താ പറയുക യൂറോപ്യൻ കമോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റലേഷനൊക്കെ ഏത് കാലഘട്ടത്തിലാണ് വന്നത്? മിനിമൽ ആർട്ടിൻ്റെ ഭാഗമാണല്ലോ അതൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമ്മൾ ഈ ചരിത്രം പഠിക്കില്ല. നമ്മളിപ്പം സാധാരണ ഇയാലും തമാശയ്ക്ക് വരാറുണ്ട്, മാതൃഭൂമിയിലൊക്കെ 2-3 കഥ എഴുതുമ്പോൾ ഞാനാണ് മലയാള ചെറുകഥ കണ്ടുപിടിച്ചതെന്ന് ഒരാൾ രംഗത്ത് വരും. അതുതന്നെയാണ് ശരിയെന്ന് കൊണ്ട് വേറെ ആൾ പിന്തുണയ്ക്കാൻ വരും. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ, ഇപ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ചെറുകഥയിൽ രൂപപരമായ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അങ്ങനെയൊക്കെ നടത്തുമ്പോഴും പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പട്ടത്തുവിള കരുണാകരനൊക്കെ നടത്തിയുള്ള രൂപപരമായ പരീക്ഷണങ്ങൾക്കൊപ്പം നിൽക്കാവുന്ന എന്താ ഞാനൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ അതുപോലെ വി പി ശിവകുമാർ ഇതിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്ന കഥ, വി പി ശിവകുമാർ തന്നെ കഥയിൽ കൊണ്ടുവന്നിട്ടുള്ള നൂതനത്വം, അല്ലെങ്കിൽ ടി.ആർ. കൊണ്ടുവന്നിട്ടുള്ള നവീനത, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ തന്നെ സന്ദേഹിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പുതിയ ചിത്രകാരന്മാരുടെ രചനകളൊക്കെ മികവുറ്റ രചനകളുണ്ട്. പക്ഷെ അവർക്കത് വേണ്ട രീതിയിലുള്ള അംഗീകാരം എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ മിടുക്കരായിട്ടുള്ള ധാരാളം ചിത്രകാരന്മാരുണ്ട്. ഇപ്പോൾ ഷിബു നടേശനൊക്കെ ഒരു കാലഘട്ടത്തിൽ അധികം ബ്രിട്ടനിലും ഇവിടെയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അധികം കേരളത്തിൽ തന്നെയാണ് കൂടുതൽ സമയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യമൊക്കെ വലിയ തോതിൽ ഗാലറികളെ ബാധിച്ചിട്ടുണ്ട്. ആ ചിത്ര വിൽപ്പനയും ബാധിച്ചിട്ടുണ്ട്. യൂസഫ് അറക്കലിനെ പോലുള്ള ചിത്രകാരന്മാർ പോലും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ അവർക്ക് വിൽക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ റെഗുലറായിട്ട് ചെറിയ വിലയ്ക്കൊക്കെ വിറ്റ് പോകുന്നു. ഇതെന്ന് വെച്ചാൽ ഇവരെന്താ പറ്റി വെച്ചാൽ അന്ന് ഇങ്ങനെ ഒരു ഭൂമി വന്ന സമയത്ത് ഓരോ ചിത്രകാരനും ഇങ്ങനെ വരുന്ന ചിത്രകാരന്മാർ തന്നെ അവരുടെ ചിത്രങ്ങൾക്കൊക്കെ വലിയ വിലയിട്ടു. പിന്നെ താഴോട്ട് പോരാൻ പറ്റുന്നില്ല, അത്ര വിലയ്ക്ക് ആൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി അത് പിന്നീട് മറച്ചു വെക്കാം എന്ന് കരുതിയിട്ടുള്ള എത്രയോ ഗാലറികൾ പ്രതിസന്ധിയിലായി, പൂട്ടിപ്പോയി. അങ്ങനത്തെ ഒരു ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ചിത്രം ഗാലറിയൊക്കെ പോയല്ലോ. പ്രൈവറ്റ് ഗാലറികൾ ഇപ്പോൾ കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. പ്രൈവറ്റ് ഗാലറികൾക്ക് നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ
ആ പ്രൈവറ്റ് ഗാലറി ചിത്രങ്ങൾ വിറ്റുകൊണ്ട് ആ ഗാലറി നടത്തിക്കൊണ്ട് പോകുക വലിയ പ്രയാസമായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രതിസന്ധി. ഈ ഒരു ചിത്രകാരൻ്റെ ധർമ്മം എന്താണ്? ഒരു സമൂഹത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കലാണോ, അതോ ആ സമയങ്ങളിലുള്ള മൂല്യച്യുതികൾക്കെതിരെ പ്രതികരിക്കലാണോ, അതോ മനസ്സിൽ വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്തലാണോ? എന്താണ് ഒരു ചിത്രകാരൻ്റെ ധർമ്മം? കേവലമായിട്ടുള്ള സാമൂഹ്യ മാറ്റത്തിന് കല ഉപാധികൊണ്ട് യാതൊരു കാര്യമില്ല. ഉദാഹരണത്തിന് നമ്മൾ പറയാറുള്ളത് എന്താ വെച്ചാൽ, ഉദാത്തമായ സംഗീതം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ക്രിമിനൽ വാസന കുറയുന്നതാണ് ആണല്ലോ. ലോകത്തിൻ്റെ ഹിസ്റ്ററി കലാചരിത്രം എടുത്തു നോക്കിയാലും ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത കലാകാരന്മാരെ പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ വിരളമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആന്തരികമായ ഒരുതരം ആത്മശുദ്ധീകരണത്തിന് അതിനും കല ഒരു കാരണമാവും. ഉദാഹരണത്തിന് ഞാൻ ആലോചിക്കാറുണ്ട്, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നോവലിലെ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഒരു ആർദ്രതയെ വീണ്ടെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ആ കൃതി ചെയ്യുന്നത് എന്നുകൂടി. അങ്ങനെ ആ തരത്തിലുള്ളൊരു സംസ്കരണം എന്നുള്ള നിലയിൽ ഒട്ടും എന്താ പറയുക, ഹിംസാത്മകമായി പോകുന്ന ഒരു സമൂഹത്തിന് ഒരു ശമനം നൽകുന്ന തരത്തിലേക്കൊക്കെ കലയ്ക്ക് ഒരുപാട് ധർമ്മം നിർവഹിക്കാനുണ്ട്. അതുതന്നെയാണ് മനുഷ്യൻ്റെ കല അടിസ്ഥാനപരമായിട്ട് ഒരു ആത്മീയ അന്വേഷണങ്ങൾ തന്നെയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ മതാത്മകമായ അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിൽ ആത്മീയ അന്വേഷണം അതാണ് അവനവൻ്റെ ഉള്ളിൽ തന്നെ അന്വേഷിച്ചുള്ളൊരു യാത്രയാണ് യഥാർത്ഥത്തിൽ എല്ലാ കലയും കവിതയും ഒക്കെ അത് തന്നെയാണ്. അല്ല കേവലം അതുകൊണ്ടെന്ന് വെച്ചാൽ പണ്ട് ബി രാജീവൻ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരി ഞാൻ ഓർക്കാണ്. രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യം കവിതയാകും. ഇപ്പോൾ കാവ്യാത്മകമായ മുദ്രാവാക്യമേ നമ്മൾ തെരുവിലെവിടെയും കേൾക്കുന്നില്ല. കാവ്യാത്മകമായ ചുമരെഴുത്തുകളില്ല. ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊക്കെ ജനകീയ സാംസ്കാരിക വേദിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരു കാലമുണ്ട്. നക്സലറ്റ് പ്രസ്ഥാനത്തിലേക്ക് മാവോയിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷണമായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തെരുവിൽ നമ്മൾ പതിക്കുന്ന പോസ്റ്ററുകൾ പോലും മികച്ച രചനകളായിരുന്നു. അതൊന്നൊക്കെ പോയി. ഇപ്പോൾ ഒരു മുദ്രാവാക്യമല്ല, കാരണം രാഷ്ട്രീയം തന്നെയും സർഗാത്മകമല്ലാതെയായി. പിന്നെ അത് മുദ്രാവാക്യം കാവ്യാത്മകമായ മുദ്രാവാക്യം എന്ന് പറക്കുക അസാധ്യമാണ്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് കേവല പ്രതികരണങ്ങൾക്ക് പിന്നെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന പോലെ കലാകാരന്മാരെ ഉപയോഗിക്കുന്ന രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. കഴിവതും കലാകാരന്മാരെ അതിന് പോകരുത് എന്ന അഭിപ്രായം കൂടി വ്യക്തിപരമായി എനിക്കുണ്ട്. അല്ലാണ്ട് സാമൂഹ്യ പ്രതികരണങ്ങൾക്ക് ഇങ്ങനെ കലാകാരന്മാർ ബ്രഷും ചായ എടുത്ത് പോകേണ്ട യാതൊരു കാര്യമില്ല. കലയ്ക്ക് അതിനെക്കാട്ട് കുറച്ചുകൂടി ഉദാത്തമായൊരു തലത്തിലേക്ക് അതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ തോതിൽ നമ്മൾ കാണണം. ഇപ്പോൾ പിക്കാസോ ഇപ്പോൾ സ്പാനിഷ് അധിനിവേശത്തിൽ താഴ്ന്നു പോയ ഗുർണിക്ക എന്ന് പറയുന്ന പിന്നെ ഒരു പ്രദേശത്തിൻ്റെ ഒരു തകർച്ച ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം. അത് പക്ഷേ അങ്ങനെ കേവല പ്രതിഷേധം മാത്രമല്ല ഇത്. എങ്കിൽ പിന്നെ അദ്ദേഹം ഈ റംബ്രാൻഡിനെ പോലെ ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആളുകൾ ആദ്യം അങ്ങനെ ഇങ്ങനത്തെ ഒരു രചനാ രീതി സ്വീകരിച്ച് അതൊരർത്ഥത്തിൽ അതേവരെ ഉണ്ടായിരുന്ന ചിത്രഭാഷയോടുള്ള കലഹം കൂടിയായിരുന്നു. ചിത്രകലാ പാരമ്പര്യത്തോടുള്ള അതേവരെ അനുവർത്തിച്ചു പോകുന്നുള്ള പാരമ്പര്യത്തോടുള്ള കലഹം ആണ് യഥാർത്ഥത്തിൽ ഒരു നൂതനമായ ഒരു ചിത്രഭാഷയുടെ ഉദ്ഘാടനത്തിന് കാരണമായിട്ടില്ല. അല്ല പ്രതിഷേധം എന്ന് പറയുന്നത് ഇപ്പോൾ ഡഡായിസ്റ്റുകളൊക്കെ നടത്തിയുള്ള പ്രതിഷേധം എടുത്ത് നോക്കിയാൽ അറിയാം. ഭയങ്കര അരാജകവാദപരമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞു. പക്ഷേ അത് കാഴ്ചയുടെ ഒരു പുതിയ ക്രമം കൊണ്ടുവന്നു. ഒരുപക്ഷെ കാഴ്ചയുടെ ക്രമമില്ലായ്മ അതും പറയാം. ഇത് രണ്ടും അവർ കൊണ്ടുവന്നു എന്നുള്ള കൊളാഷുകൾ. ഇന്ന് നമ്മൾ പറയുന്ന ഈ തരത്തിലുള്ള കൊളാഷുകൾ അല്ലെങ്കിൽ കേവലം വാക്കുകളിങ്ങനെ അർത്ഥരഹിതമാം വിധം വാക്കുകൾ നൃത്തം ചെയ്യുന്ന പോയട്രിയൊക്കെ അവർ കൊണ്ടുവന്നില്ലേ? പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. അതാണ് ഡഡ എന്ന് പറയുന്നത് ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു. എല്ലാ ഭാഗത്തും അത് സ്വാധീനിച്ചു. അതിൻ്റെ ആ ഡഡ തന്നെയാണ് പിന്നീട് ഡിസൈനൊക്കെ ആയിട്ട് ബൊഹാസൊക്കെ ആയിട്ട് പിന്നീട് പരിണമിക്കുന്നതും ഡിസൈൻ്റെ രംഗത്തേക്ക് കടന്നു വരുന്നതും ഒക്കെ ഇത് തന്നെയാണ്. ഇതിൻ്റെ തുടർച്ചകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയാൽ അത് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇന്നത്തെ ഒരു കാലാവസ്ഥയിലൊക്കെ ഈ
ഞങ്ങൾ ചെയ്യുന്ന ഈ നിറച്ചാർത്ത് പോലെയുള്ള ചെറിയ സംരംഭങ്ങൾക്കൊക്കെ എന്താണ് പ്രസക്തി? അല്ല, ഇനി ഈ ചെറിയ സംരംഭങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾ 10,000-കണക്കിന് ആളുകളെ ചിത്രം വരച്ച് എന്താ പറയുക അഭിസംബോധന ചെയ്യാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അതൊന്നും കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, പിന്നെ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞ ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് പിക്കാസോനെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാക്കി തരാം, കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും വേണ്ട, നിവിൻ പോളിനെ കാണാൻ പറ്റുമോ എന്ന് തന്നെ ചോദിക്കുള്ളൂ. അതാണ് ആളുകൾ അങ്ങനെയാണ്. അതൊക്കെ എന്ത് പിക്കാസോനെ പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ അവരെ കാണാൻ ഒന്നും കാണാൻ ആഗ്രഹമില്ല. പിന്നെ ആരെ കാണാൻ ആഗ്രഹമുള്ളത് ചോദിച്ചാൽ ഒക്കെ സിനിമ നടന്മാരെയാണ്. അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ തന്നെ കൗമാരകാലത്ത് തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ക്യാമ്പസുകൾ കാലഘട്ടത്തിലെന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ സിനിമാ ആളുകളോട് ആരാധന പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ മോശമായിട്ടാണ് കണ്ടത്. ഫുള്ള് സിനിമയൊക്കെ കാണാൻ പോകും, പക്ഷേ അവരുടെ ആരാധകരായി ഞാൻ പ്രത്യക്ഷപ്പെടാൻ മോശമാണ് എന്ന് എങ്ങനെയോ ധരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സിനിമാക്കാരുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത് മോശമാണ് എന്നുള്ള ധാരണ എങ്ങനെയൊക്കെ അന്ന് കാലഘട്ടത്തിലുണ്ടായി. ആ കാലഘട്ടത്തിൽ സിനിമാ പാട്ടുകളല്ല ക്യാമ്പസിൽ നിറഞ്ഞതെന്ന്, കവിതകളായിരുന്നു. കടമ്മനിട്ടയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും സച്ചിദാനന്ദൻ്റെയും കവിതകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ക്യാമ്പസുകൾ മാറിപ്പോയി. ഒരു മാറ്റമായിരിക്കും. അത് തെറ്റാണോ ശരിയാണോ എന്ന് നിർണ്ണയിക്കാൻ ഞാൻ ആളല്ല. ഒരുപക്ഷെ യൂത്തിന് അവരുടെ ശരിയായിരിക്കാം, അതായിരിക്കും അവരുടെ ശരി. നമുക്കിതൊന്നും നമ്മളാരാപത്തൊക്കെ നിർവചിക്കാൻ ഇന്നതാണ് സത്യം എന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല. അതാണ് ശരി. ഞാൻ എൻ്റെ മക്കളോടും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങളുടെ വഴി കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. എൻ്റെ വഴി ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയാണ്. കാരണം ഞാൻ ഈ എന്താ പറയുക, പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യം പറയാം. ബേപ്പൂരിൽ തസരയിൽ ഒരു ടെപ്പസ്ട്രിയുടെ ഒരു ക്യാമ്പ് നടക്കുക. നെയ്ത്തുകാരും ചിത്രകാരന്മാരും കൂടി ചേർന്ന് ഇതുകൊണ്ട് ടെപ്പസ്ട്രി പെയിൻറ്റിങ് പോലെ ടെപ്പസ്ട്രി ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പ് നടക്കുക. ആ ക്യാമ്പ് നടക്കുമ്പോൾ ഒരുപാട് ചിത്രകാരന്മാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരിക്കൽ ഭഗവാൻ ചവാൻ, അച്യുൻ കൂടല്ലൂർ, അങ്ങനെയുള്ള ഒരു ഭാഗം ചിത്രകാരന്മാരവിടെ വന്ന സമയത്ത് ബേപ്പൂർ സുൽത്താനെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോയി. ആ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ട് തന്നെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു അച്യുൻ കൂടല്ലൂർ. ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ച് അല്പനേരം നിന്നിട്ടാണ് ഇറങ്ങി വരുന്നത്. അന്ന് അച്യുൻ പറഞ്ഞത്, കുട്ടിക്കാലത്ത് ഈ ബാല്യകാല സഖിയൊക്കെ വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതെഴുതിയ ആ വിരലുകളൊന്നും ഉമ്മ വയ്ക്കാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ. എനിക്കന്ന് സാധ്യമായില്ല, അതുകൊണ്ടാണ് ആ വിരലുകൾ ഞാൻ ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കാം. ഇത്തരത്തിലുള്ള MTയുടെ കൈകളൊന്ന് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള മനോഭാവത്തിൽ നിന്നൊക്കെ വല്ലാതെ ആൾ പോയിട്ടുണ്ട്. ഞാൻ എന്നെ കോളേജുകളിലൊക്കെ തന്നെ എന്നെ പരിപാടികൾക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈയിടെ ഒരു കോളേജിൽ ഞാനൊരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ കൂടെ ഉള്ളത് പിന്നെ ഒരു സിനിമാ നടി കൂടി അവർ വരുന്നുണ്ട്. ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ പിന്നെ എൻ്റെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ നിങ്ങൾ ആഘോഷിച്ചാൽ മതി. കാരണം വെച്ചാൽ അതല്ലെങ്കിൽ എൻ്റെ പ്രഭാഷണം ആരും കേൾക്കില്ല, തുറന്നു പറയാതെ. കാരണം ഈ സിനിമാക്കാർ വരുന്നതോട് കൂടിയിട്ട് ഞാനവരെ കുറ്റം പറയുന്നില്ല, ഞാനവരെ സിനിമ മോശമാണെന്നുള്ളതോ അവരുടെ കഴിവുകളെ ഞാൻ ഒക്കുന്നില്ല. പക്ഷേ ആളുകൾ ഒരു സിനിമ, പ്രത്യേകിച്ച് ഒരു ചെറിയ നടനോ നടിയൊക്കെ വരുമ്പോൾ അവരെ കൂടെ നിൽക്കുക, സെൽഫി എടുക്കുക, അങ്ങനെ ആഘോഷങ്ങൾ, അതിനിടയ്ക്ക് നമ്മൾ ഗൗരവമായി പറയാനുള്ള സ്പേസൊക്കെ മാഞ്ഞു പോകും. അതൊരു വലിയ ഒരു പ്രശ്നം. ഇതൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ലോകം, ആഘോഷങ്ങളുടെ ലോകമാണ്. അതിനോടാണ് ഇപ്പോൾ മലയാളിക്ക്, പ്രത്യേകിച്ച് മലയാളി യൂത്തിന് അതിനോട് വലിയ ഭ്രമം വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇനിയും നിങ്ങളൊക്കെ ഈ നിറച്ചാർത്ത് പോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ, അതിൽ നിന്ന് ഈ കുട്ടികളെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ചിത്രം വരയ്ക്കുന്ന കുട്ടികളെ കലാചരിത്രമൊക്കെ ചെറിയ തോതിൽ അവരൊക്കെ പഠിപ്പിച്ചു വെക്കുന്നത് നല്ലത്. ഇതിന് ചരിത്രമുണ്ട് എന്നെങ്കിലും ഒന്ന് പഠിപ്പിച്ചു വെക്കുന്നത് നല്ലത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പറ്റിയിട്ടുള്ള കലാപഠനത്തെ പറ്റിയൊരു കുഴപ്പം എനിക്കും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഡ്രോയിങ് മാഷുമാരുമാരെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, അവരാരും തന്നെ കലാചരിത്രത്തിലേക്ക് ഒരു നുറുങ്ങ് വെളിച്ചം എത്തിച്ചതായിട്ട് എനിക്കറിയില്ല. സത്യത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിലെ എക്സാമിൻ്റെ ഭാഗമാക്കാനൊന്നും
ആക്കണമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അതിന് പക്ഷേ എല്ലാവരും തയ്യാറായിരുന്നില്ല. പക്ഷേ ഒരു കലാചരിത്ര സംബന്ധിയായിട്ടുള്ള ഒരു പുസ്തകം സിലബസിൻ്റെ ഭാഗമാക്കി മാറ്റാവുന്നതാണ്. യൂറോപ്യൻ കലാചരിത്രവും ഇന്ത്യൻ കലാചരിത്രമൊക്കെ ഒന്നും പഠിപ്പിക്കുന്ന വിജയകുമാർ മേനോനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ കൊണ്ട് ചെറിയ പുസ്തകമെങ്കിലും എഴുതിച്ച് അതുകൂടി കുട്ടികളൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും ഈ കലാചരിത്രം വഴി സഞ്ചരിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് നിങ്ങൾ കാണിക്കുന്ന നല്ല മാതൃകയാണ്. കലാനിരൂപകരെയും ഒക്കെ കൊണ്ടുവന്ന് ക്ലാസ്സൊക്കെ എടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ കലയ്ക്കൊരു വലിയ ചരിത്രമുണ്ട്. നിറത്തിന്, രേഖയ്ക്ക് ഒക്കെ ഒരു വലിയ ചരിത്രമുണ്ട്. അത് ആയിരത്താണ്ടുകളിലൂടെ രൂപപ്പെട്ടു വന്ന ഇതാണ് നമ്മുടെ ലോക ചിത്രകലയുടെ ഭൂപടം എന്നൊക്കെ തിരിച്ചറിയാനത് വളരെ നന്നാവും. അതുകൊണ്ട് നിങ്ങളുടെ ഇതിന് നല്ല പ്രസക്തിയുണ്ട്. പിന്നെ നിങ്ങളെ ഈ ആർട്ടിസ്റ്റ് ഇൻ റെസിഡൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമും നല്ലതാണ്. കാരണം കേരളത്തിലേക്കൊക്കെ വരാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴും ഈ പല രാജ്യങ്ങളിലും നേരിടുന്നൊരു പ്രതിസന്ധി. ഇപ്പം ഞാൻ തന്നെ പല വിദേശ രാജ്യങ്ങളിലേക്കും പോകാൻ ഞാൻ മടിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ അവിടെ ഏറ്റവും ചിലവേറിയത് സ്റ്റേയിങ് ആണ്. എയർ ടിക്കറ്റൊക്കെ നമുക്ക് ചീപ്പറായിട്ട് കിട്ടുമ്പോൾ ഒന്നും വലിയ പ്രയാസമുള്ള കാര്യമില്ല. വിസയും അത്ര പ്രയാസമുണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റേയിങ് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അത് യൂറോപ്പിലും ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും അത്ര സാമ്പത്തികമായിട്ട് അത്ര മികച്ച രാജ്യങ്ങളല്ല. അവിടെയൊക്കെ ഈ മാന്ദ്യമുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പത്തെ ജർമ്മനിയോ അല്ലെങ്കിൽ ഫ്രാൻസോ ഒന്നും അല്ല. അവിടെയൊക്കെ പ്രയാസങ്ങളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവിടേക്കുള്ള കലാകാരന്മാർക്ക് ഒരു മാസം സൗജന്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ധാരാളം ചിത്രകാരന്മാരും ശില്പികളും ഇവിടെ വരും. അവർ നമ്മുടെ നാടുമായിട്ട് ഇടപഴകും. ഒരു ആദാനപ്രദാനങ്ങൾക്കൊരു കാരണമാകും. ഇതൊരു തരം കൾച്ചറൽ എക്സ്ചേഞ്ച് ആണല്ലോ. അതിന് ഇത് കാരണമാവും. അതുകൊണ്ട് നിങ്ങളെ ആ സംരംഭമൊക്കെ ആ നിലയ്ക്ക് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. തീർച്ചയായിട്ടും റിച്ചാർത്തിൽ അതിഥിയായിട്ട് വരാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നല്ല നിലയിൽ പോകട്ടെ. ഇനി നമുക്ക് കാണാൻ അവസരം ഉണ്ടാവട്ടെ. ഓക്കെ.